ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് അതായത് KEB പുറപ്പെടുവിച്ച ഒരു സർക്കുലറിനെ കുറിച്ച് പറയുവാനാണ്. ഈ സർക്കുലറിൽ പറയുന്നത് എന്തെന്നാൽ, ഒരു ക്യാൻസർ പേഷ്യൻറ്റോ അല്ലെങ്കിൽ 40% കൂടുതൽ അംഗവൈകല്യമുള്ള ഒരാളോ ആ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് BPL കാർഡാണെങ്കിൽ കാർഡ് ചാർജിൽ ഒരു ഇളവ് കിട്ടുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിന് വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്, മാസത്തിൽ 100 യൂണിറ്റിൽ കൂടാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ കണക്റ്റഡ് ലോഡ് 2000 കൂടാൻ പാടില്ല. അതായത് ഈ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് ആ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് ഇടുമ്പോൾ ഉള്ള സമയത്തെയാണ്. അതായത് ഫ്രിഡ്ജ്, TV, ലൈറ്റ്, ഫാന് അങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടി ഉപയോഗിക്കുന്ന ആ ഒരു വാട്ടിനെയാണ് പറയുന്നത് 2000 വാട്ടെന്ന്. അതിൽ കൂടാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന കുടുംബമാണെങ്കിൽ അവർക്ക് ₹1.50 നിരക്കിൽ കറണ്ട് ലഭിക്കുന്നതായിരിക്കും. 2024 ഡിസംബർ 5 മുതൽ 2027 മാർച്ച് 31 വരെയാണ് ഈ ഓഫർ ഉള്ളത്. ഇതൊരു ധനസഹായമായിട്ടാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്ക് തരുന്നത്. ഇതിന് വേണ്ട രേഖ എന്ന് പറയുന്നത്, നിങ്ങൾ BPL കാർഡാണെന്നുള്ള പഞ്ചായത്തിൻ്റെയോ ഇല്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു BPL കാർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. ഒരു വർഷത്തിൽ 50,000-ൽ താഴെയായിരിക്കണം. ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ അവരെ നോക്കുന്ന ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ക്യാൻസർ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്ന സർട്ടിഫിക്കറ്റോ അത് നിർബന്ധമാണ്. ഇനി സ്ഥിരമായി അംഗവൈകല്യം ഉള്ള ആളാണെങ്കിൽ അവർക്ക് മെഡിക്കൽ ബോർഡ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. ക്യാൻസർ പേഷ്യൻറ്റോ ഇല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആളാണെങ്കിൽ അവരുടെ ആധാറിൻ്റെ ഒരു കോപ്പി, അത് ഇനി അവർ BPL റേഷൻ കാർഡാണ് ഉപയോഗിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ആ BPL റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി. ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടി ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷയും കൂടി കൊടുക്കണം. ഇത്രയുമാണ് ഇതിന് വേണ്ടത്. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളെ ഇത് ചെയ്യുക. അർഹതപ്പെട്ടവരാരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.